ജനുവരി 30 ചൊവ്വാഴ്ച തീവ്രവാദികൾ നടത്തിയ വനാക്രമണത്തിലാണ് 8 പേരുടെ ജീവൻ പൊലിഞ്ഞത്. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ കിഴക്കൻ പ്രദേശത്തെ ബേത്തിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനയുമായി ബന്ധപ്പെട്ട അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ശക്തമായ ആക്രമണം തുറന്നുവിട്ടത്. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവരാണ് ഇവരിൽ 5 പേർ. ബേത്തിയിലെ ഗ്രാമങ്ങളിലും ചുറ്റുപാടുകളിലും സായുധ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ബ്രഹ്മണിസ്റ്റ് എന്ന പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ട വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണങ്ങൾ നടന്ന പ്രദേശത്തെ മേയർ നിക്കോളാസ് കിക്കുക്കുവാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. കിഴക്കൻ കോങ്കോയിൽ നടന്ന ഈ ആക്രമണങ്ങളിൽ ഏതാണ്ട് 30 പേരെ അക്രമി സംഘം ബന്ദികളായി കൊണ്ടുപോയതായും പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയതായി വത്തിക്കാൻ ന്യൂസ് അറിയിച്ചു. അതേസമയം ജനുവരി 27 ശനിയാഴ്ച രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് നടന്ന സമാനമായ മറ്റൊരാക്രമണത്തിൽ ദേവാലയത്തിനുള്ളിൽ വെച്ച് തലയറുക്കപ്പെട്ട 5 ക്രൈസ്തവർ ഉൾപ്പെടെ 32 പേരെ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടതെന്ന് കരുതുന്ന സായുധ സംഘത്തിലെ പ്രവർത്തകർ കൊല ചെയ്തതായി ഫിദസ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന സംഘടന 1990കളിലാണ് കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ പ്രവർത്തനം ആരംഭിച്ചത്. 2019 മുതൽ ഈ സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 2020 കണക്കനുസരിച്ച് ജനസംഖ്യയുടെ ഏകദേശം 89% ക്രൈസ്തവരാണെങ്കിലും കോങ്കോയിൽ ഇസ്ലാമിക തീവ്രവാദം വലിയ രീതിയിൽ വേരൂന്നിയിരിക്കുന്നത് ഏറെ ആശങ്കയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.